അതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ലോകത്താകമാനം വളർന്നു വരുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാവുന്ന വകയാണ്. മത സാമുദായിക ശക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നവരാണെങ്കിൽ ശരി തന്നെ ലേബർ കോഡുകൾ നടപ്പിലാക്കിക്കൊണ്ട് തൊഴിലാളികളെ എவ்விധവും ചൂഷണം ചെയ്യാൻ നടത്തുന്ന ഈ പരിശ്രമം അത് എത്ര കണ്ട് നടപ്പിലാക്കുവാൻ ശ്രമിച്ചാലും അതിൽ നിലനിൽക്കാൻ പറ്റാതെ ജനങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, തൊഴിൽ വകുപ്പ്, സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ്, ആ വകുപ്പിന് സുപ്രധാനമായ ചുമതലകളുണ്ട്. പ്രത്യേകിച്ചും സ്വകാര്യ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് കൃത്യമായി വേതനം നൽകുന്നുണ്ടോ, അവർക്ക് നിശ്ചിത ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉറപ്പുവരുത്താൻ മുതലാളിമാർ ശ്രമിക്കാതെ വന്നാൽ അതിനെ പിഴയിട്ടുകൊണ്ട് ആ സ്ഥാപനത്തെ തന്നെ, അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാൻ പറ്റുന്നവണ്ണമുള്ള നടപടികൾ എടുക്കുവാനും അത് തിരുത്തിക്കുവാനും ശേഷിയുണ്ടായിരുന്ന തൊഴിൽ വകുപ്പ് ഇന്ന് നിഷ്ക്രിയമായിരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ ഈ ലേബർ കോഡുകളും മറ്റ് നിയമങ്ങളും ഒപ്പം തന്നെ നിലനിൽക്കുന്ന പ്രബലമായ ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനവും എല്ലാം തന്നെ കൂടുതൽ ഇത്തരം ജനാധിപത്യപരമായ അവകാശങ്ങളെ, തൊഴിലവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ആശാപ്രവർത്തകർ നടത്തിയ ഒരു സമരം വളരെ അസംഘടിതമായ മേഖലയാണ്, സ്ത്രീകൾ മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ നമ്മളുടെ സർക്കാരിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തൊഴിലാളികളാണ്. അവരുടെ പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ 8 മാസം തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രക്ഷോഭത്തിലൂടെ യഥാർത്ഥത്തിൽ വൻതോതിൽ ഈ സ്ത്രീ തൊഴിലാളികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നു. ഹരിതകർമ്മസേന, അതുപോലെ തൊഴിലുറപ്പ് പണികളിൽ സ്ത്രീകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, മിഡ് ഡേ മീൽ തൊഴിലാളികൾ, ഇങ്ങനെ തുടങ്ങി ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ, ഇത്തരം രംഗങ്ങളിൽ ഏറെ സ്ത്രീകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തിന് സർക്കാർ രംഗത്ത് പോലും PSC വഴി നിയമനം കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ അത് അവസരങ്ങൾ വെട്ടിച്ചുരുക്കുന്ന സാഹചര്യത്തിൽ പോലും കൂടുതൽ സ്ത്രീകൾ പണിയെടുക്കുന്നതായിട്ട് കാണുകയാണ്. ഇന്ന് ദേശീയ തലത്തിൽ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ, അതിനോട് ചേർന്ന് നിരവധിയായ അസോസിയേഷനുകൾ സംയുക്തമായി നടത്തുന്ന പണിമുടക്കാണ്. ഈ ലേബർ കോഡിനെതിരെ നടക്കുന്ന 5ാമത്തെ വലിയ പണിമുടക്കാണ്. BMS ഒഴികെ ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒന്നടങ്കം പണിമുടക്കുന്ന ദിവസമാണ്. BR അംബേദ്കർ അടക്കം ആവിഷ്കരിച്ച തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെ അതിനെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് തൊഴിലാളികളുടെ ഭാഗമായി, തൊഴിലാളികൾക്ക് അനുകൂലമായി നിന്ന എല്ലാ നിയമങ്ങളും എടുത്തു കളഞ്ഞുകൊണ്ട് മുതലാളിമാർക്ക് അനുകൂലമായ നിയമങ്ങൾ, അത് തൊഴിൽ നിയമങ്ങളെന്ന് പോലും പറയാൻ പറ്റില്ല, അതിൽ മൂലധന ശക്തികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ്. അതിനുവേണ്ടിയുള്ള പുതിയ ഒരു 4 തൊഴിൽ കോഡുകൾ ഈ സർക്കാർ തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ആവിഷ്കരിച്ചത്. അപ്പോൾ അതിനെതിരെ അന്ന് തന്നെ രാജ്യം മുഴുവൻ പ്രതിഷേധങ്ങൾ വന്നു. അപ്പം അന്ന് ഈ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഡൽഹിയിൽ യോഗം ചേർന്ന് ഇന്നത്തെ ഈ ഫെബ്രുവരി 12 പണിമുടക്ക് പ്രഖ്യാപിച്ചു. AIUTUC, ഈ തരത്തിലുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ഭാഗമായ AIUTUC, ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനുകളിൽ 5ാം സ്ഥാനത്തുള്ള AIUTUC ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ തൊഴിൽ കോഡിനെതിരെയുള്ള പ്രചാരണ പ്രവർത്തനം നടക്കുകയും ഇന്നത്തെ പണിമുടക്ക് വൻ വിജയമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നിരിക്കുകയാണ്. ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ഈ സമരം തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലകളെല്ലാം വളരെ ഗംഭീരമായി നടന്നു വരുന്നതായിട്ടാണ് നമ്മൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്രയും കാലം ഈ റദ്ദ് ചെയ്യപ്പെട്ട തൊഴിൽ നിയമങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നൂറുകണക്കിന് തൊഴിലാളികൾ ജീവൻ കൊടുത്ത് പൊരുതിയാണ് നേടിയത്. അതുപോലെ അതിനെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയും ജീവൻ കൊടുക്കുന്ന പോരാട്ടത്തിന് തൊഴിലാളികൾ തയ്യാറാവും. കാരണം തൊഴിലാളികളുടെ ആവശ്യങ്ങളെയോ അവരുടെ അവകാശങ്ങളെയോ അവൻ്റെ നിലനിൽപ്പിനെയോ ഒരു തൊഴിൽ നിയമം കൊണ്ട് റദ്ദ് ചെയ്യാൻ പറ്റില്ല. കാരണം തൊഴിലാളികൾക്ക് അധ്വാനിക്കുക എന്നാൽ അവന് ജീവിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ജീവിക്കുവാൻ വേണ്ടിയുള്ള അവൻ്റെ അവകാശത്തിന് വേണ്ടി ഉള്ള പോരാട്ടം എന്ന് പറയുന്നത് ഒരു പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കിയതുകൊണ്ട് റദ്ദ് ചെയ്യാൻ പറ്റുന്നതല്ല. ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ കോഡനുസരിച്ച് സംഘടിക്കുവാനോ സമരം ചെയ്യാനോ സാധ്യമല്ല. കാരണം ഒരു കേന്ദ്രത്തിൽ, ഒരു സ്ഥാപനത്തിൽ 300-ലധികം തൊഴിലാളികളുണ്ടെങ്കിൽ മാത്രമേ ഇനി യൂണിയൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആശാ വർക്കർമാരെ സംബന്ധിച്ച് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 20-25 പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 216-33 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം പ്രാബല്യത്തിൽ വന്ന് നടപ്പിലായാൽ സംഘടിക്കുവാനോ സമരം ചെയ്യാനോ പറ്റില്ല. രാജ്യത്തെമ്പാട് 1 കോടി സ്ത്രീകളാണ് ഈ സ്കീം വർക്കേഴ്സിൽ പ്രവർത്തിക്കുന്നത്, അംഗൻവാടി, ആശ, മിഡ് ഡേ മീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ സ്ത്രീ തൊഴിലാളികൾ ഇപ്പോൾ തന്നെ ചൂഷണമാണ്. നിലവിൽ നിയമങ്ങളുണ്ട്, പരിരക്ഷ ഉണ്ട് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ തന്നെ വലിയ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നടപ്പിലാക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് പോവുകയാണ്. ആളുകൾ യാചിക്കുകയാണ്. ഒരു വശത്ത് തൊഴിലിന് വേണ്ടി യാചിക്കുന്നു, മറുവശത്ത് തൊഴിൽ ലഭിച്ച ആളുകൾ മാന്യമായ കൂലിക്ക് വേണ്ടി യാചിക്കുന്നു.
അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അവരുടെ മുതലാളിമാർ കൃത്യമായി വേതനം നൽകുന്നുണ്ടോ എന്നും അവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനുള്ള നിലവിൽ സംവിധാനങ്ങളുണ്ടായിരുന്നു. ഈ കോഡുകൾ അതെല്ലാം എടുത്തു കളയാണ്. അപ്പം യഥേഷ്ടം തൊഴിലാളി എടുക്കാനും അവനെ പുറത്താക്കാനും ഇതിന് തിന്നാനും കൊല്ലാനും എന്ന് നമ്മൾ പണ്ട് പറയുന്നത് പോലുള്ള അവകാശങ്ങളാണ് ഇപ്പോൾ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് അടിമപ്പണിക്ക് സമാനമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഇത് രാജ്യത്ത് പിൻവലിക്കപ്പെട്ടേ പറ്റുള്ളൂ. ഏക പ്രതീക്ഷ രാജ്യമെമ്പാടും ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ആശാവർക്കർമാർ വലിയ പ്രക്ഷോഭത്തിലാണ്, അംഗൻവാടിക്കാർ പ്രക്ഷോഭത്തിലാണ്. തമിഴ്നാട്ടിൽ ഏതാനും ദിവസങ്ങളായി അംഗൻവാടി പ്രവർത്തകർ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചൂഷണം അനുഭവിക്കുന്ന ആളുകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരിക എന്നുള്ളതാണ്. നിലവിലെ തൊഴിൽ സംരക്ഷിക്കാൻ ഇനി സംഘടിക്കുകയും സമരം ചെയ്യുക അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഭരണാധികാരികളെ കൊണ്ട് നമുക്കിത് തിരുത്തിക്കാൻ കഴിയണം. അത്തരത്തിലുള്ള വലിയ സംഘടിത പ്രക്ഷോഭം അവിടെ രാഷ്ട്രീയ വ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് തൊഴിലാളികളുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കുകയും ഈ രാജ്യം നിലനിൽക്കുവാൻ, കാരണം പണിയെടുക്കുന്ന ആളുകൾ അവൻ്റെ കിട്ടുന്ന വേതനം ഈ സമൂഹത്തിൽ ചെലവഴിക്കുമ്പോൾ മാത്രമാണ് ഈ സമൂഹത്തിന് ചലിക്കാൻ പറ്റുന്നത്. ഒരു മുതലാളി ഇവിടെ പണം മുടക്കുന്നില്ല. ഏത് മുതലാളിയാണ്? അദാനിയോ അംബാനിയോ ഇവിടെ മാർക്കറ്റിൽ ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല. മറിച്ച് ചലനം സൃഷ്ടിക്കുന്നത് മുഴുവൻ സാധാരണക്കാരൻ പണിയെടുക്കുന്നവരാണ്. അപ്പോൾ പണിയെടുക്കുന്ന ആളുകളെ നിലനിർത്തേണ്ടുന്നത് ഈ സമൂഹത്തിൻ്റെ ആവശ്യകതയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹം ഒന്നാകെ ഈ കോഡുകളെ, ലേബർ കോഡുകളെ പിൻവലിപ്പിക്കാനുള്ള പ്രക്ഷോഭത്തിൽ പങ്കാളികളാകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്.